കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് കേട്ടോ. വൈറലായിട്ടുള്ള ആ പഴംപൊരി ഞാനും ഒന്ന് ഉണ്ടാക്കിയിട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയും ഒരു വെറൈറ്റിയാണ്. എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം പറയൂ. ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ. ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായി ആവശ്യത്തിനുള്ള മൈദ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു നുള്ളു ഉപ്പും പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്തു കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചേർത്താൽ മതി. പിന്നെ 1 സ്പൂൺ അരിപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈസ്റ്റ് വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. മാവൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്, കണ്ടില്ലേ. വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതല്ലേ നല്ലത്, നാച്ചുറലായിട്ടുള്ളത് കഴിയുന്നതും കൊടുക്കാൻ നോക്കുക. മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് അടച്ചിരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പഴുത്ത 2 നേന്ത്രപ്പഴമാണ്. ഒരല്പം മധുരം കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ബാറ്റർ തയ്യാറാക്കിയപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തത് കേട്ടോ. പഴം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. തോലൊക്കെ കളഞ്ഞ് സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ നെടുകയൊന്ന് കട്ട് ചെയ്ത് വെക്കണം. സാധാരണ പഴംപൊരിക്ക് കട്ട് ചെയ്യണ പോലെ അല്ല കേട്ടോ. ഇതേപോലെ നമ്മൾ പഴംപൊരി തയ്യാറാക്കുമ്പോൾ കട്ട് ചെയ്യേണ്ടത് ഇതാ, കണ്ടില്ലേ. ഇതേപോലെ കുറച്ച് സ്ക്വയറായിട്ട്, എന്നാൽ അധികം കട്ടി വേണ്ട, എന്നാൽ കൂടുതൽ കനവും വേണ്ട, ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ആവശ്യത്തിനുള്ള പഴം ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. കൂടുതൽ കനം കുറയണ്ട കേട്ടോ. നമ്മളിതിൽ ബാറ്റർ മുക്കിയെടുക്കുമ്പോൾ ഇത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരല്പം കട്ടിയിരിക്കുന്നത് നല്ലതാണ്. എല്ലാം റെഡിയാക്കി വെച്ചു. 20 മിനിറ്റോളം മാവ് വെച്ചു കേട്ടോ. അവിടെ നല്ല തണുപ്പായത് കൊണ്ട് കുറച്ച് സമയം വെച്ചിട്ട് ഞാൻ മുക്കിയെടുക്കാൻ വേണ്ടി വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുത്തതാണേ. പഴം കട്ട് ചെയ്ത് വെച്ചു. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. ഇതിലേക്കും കൂടി നമ്മൾ മുക്കിയെടുത്തിട്ട് വേണം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് പഴംപൊരി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ആദ്യം ഒരു പാനിലേക്ക് ഓയിലൊഴിച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ചൂടാക്കിയതിന് ശേഷം ഓരോ പഴവും കട്ട് ചെയ്ത് വെച്ച ഓരോ പഴവും ബാറ്ററിൽ മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടായാൽ പിന്നെ ഒന്ന് സിമ്മിലിട്ട് വെക്കണം കേട്ടോ. ഇതേപോലെ പഴം ഓരോന്നും ബാറ്ററിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി കവർ ചെയ്തെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ സിമ്മിലിടണം. എന്നിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ ഇതേപോലെ വറുത്ത് കോരിയെടുക്കാം. സൂപ്പർ വെറൈറ്റി പഴംപൊരിയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കി കഴിക്കുന്നത് പോലെ അല്ലല്ലോ. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.